ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചോ? ഇന്നെന്താ ഊണിന് സ്പെഷ്യല്? ഞാനിന്ന് ഊണ് കഴിക്കാൻ നേരത്തെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്ന പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് കറി വെക്കാൻ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപയർ എളുപ്പം വേവിച്ച് അതിനൊരു പരിപ്പ് കറി പോലാക്കി. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നോക്കിയപ്പം കുറച്ച് ചേന ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേന ഞാൻ തോരനും വെച്ച്. എൻ്റെ കൂട്ടുകാർ വിചാരിക്കും ചേന എന്ത് ഇത്ര പൊടിയായിട്ട് ഇരിക്കുന്നതെന്നല്ലേ. ഞാൻ ആ ചോപ്പറിനകത്ത് വെച്ച് അരിഞ്ഞതാണ് കേട്ടോ. പക്ഷേങ്കിൽ ചേന ചോപ്പറിനകത്ത് വെച്ച് അരിഞ്ഞപ്പോഴത്തേനും ഭയങ്കര നൈസായിട്ട് അങ്ങ് അരിഞ്ഞ്. ആക്ച്വലി ഇത്രയും നൈസായിട്ട് ചേന അരിയണ്ട, ഇച്ചിരി ഒന്ന് ഇതായിട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കൊത്തി അരിഞ്ഞെങ്കിൽ ഇനി ഇച്ചിരി കൂടെ വലുതായിട്ട് അരിഞ്ഞതിനായിരുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിയായിട്ട് അരിഞ്ഞതേ ഉള്ളൂ, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പല്ല കേട്ടോ, ചെറുപയർ വെച്ചിട്ട് പിന്നെ പരിപ്പ് കറിയും വെച്ചു. അത് കഴിഞ്ഞിട്ട് ചേനത്തോരൻ, പിന്നെ മീൻ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ മീൻ വറുത്തത് കൂടെ എടുത്തു. അപ്പം പിന്നെ ഈ പരിപ്പ് കറിയുടെ കൂടെ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചോറിന് വന്നെങ്കിലുണ്ടല്ലോ, അതിന് വേറൊരു ടേസ്റ്റാണ്. ആ ഒരു നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് കറി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസവും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഒരു കൂട്ടുകാരെ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ദിവസങ്ങൾ നമ്മൾ ഇന്ന് എന്താ കറി വെക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഊണിതാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെന്തോ കൂടെ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി. അതിൻ്റെ കൂടെ പിന്നെ മീൻ വറുത്തത് കൂടെ ഉണ്ടല്ലോ. അപ്പം ഈ പരിപ്പ് കറിയും ചേനത്തോരനും മീൻ വറുത്തെല്ലാം കൂടെ ആയപ്പം നല്ലൊരു കോമ്പിനേഷനായി. ചില ദിവസങ്ങളിൽ എനിക്ക് കൂടുതലായിട്ട് വരുന്ന തിങ്കളാഴ്ച ദിവസം കേട്ടോ. തിങ്കളാഴ്ച ദിവസം രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ എന്താ വെക്കുന്നതെന്നുള്ള ടെൻഷനാണ്. തിങ്കളാഴ്ച ദിവസം മിക്കവാറും ചപ്പാത്തി ഉറപ്പായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കറികൾ വെക്കുന്നത് എന്താണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പിക്ചർ കാണാനൊക്കെ പോയതുകൊണ്ട് പച്ചക്കറി മേടിച്ചില്ല, സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോഴാണ് ഞാൻ ഈ ചെറുപയറിട്ടിട്ട് പരിപ്പ് കറി വെച്ചത്. പക്ഷേ ഈ പരിപ്പ് കറിയുടെ പ്രശ്നം എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ സമയത്ത് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും, തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് കട്ടിയാവും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറി അതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പക്ഷേ ഇന്നൊന്നും ഒഴിക്കാൻ വെക്കാനില്ലാഞ്ഞതുകൊണ്ടാണ് ഇന്ന് പരിപ്പ് കറി വെച്ചത് കേട്ടോ. അപ്പോൾ അത് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് ഉച്ചക്കലത്തെ വിശേഷം ഇതാണ്. ഞാൻ രാവിലെ ചർച്ചിൽ പോയിട്ട് വന്നു. അപ്പോഴത്തേനും ലേറ്റായി ലഞ്ച് കഴിക്കാൻ സമയം. അങ്ങനെ ഞാൻ അന്ന് കൈമുഖം കഴിയും അങ്ങനെ ലഞ്ച് കഴിക്കാനിരുന്നതാണ്. അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം എന്താ പറയുന്നത്, ഞാൻ ഊണൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.